നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം നമസ്കാരം നമസ്കാരം. ദന്തിസ്റ്റാണ്. എന്തിഷ്ടാണെന്ന്? എന്തിഷ്ടമാണെന്നല്ല, ഞാൻ ദന്തിസ്റ്റാണ്. ഓ, ദന്തിസ്റ്റ്. പല്ല് ഡോക്ടർ. പല്ല് ഡോക്ടർ. ആ, പക്ഷേ പല്ല് ഡോക്ടർക്ക് ഈ കോമഡി മസാലയിൽ എന്താണ് കാര്യം? നല്ല മണ്ടൻ ചോദ്യം. ഈ കോമഡി ഇവിടെ അവതരിപ്പിക്കാൻ ചിരിക്കുന്നതാരാ? ഓഡിയൻസ്. ഓഡിയൻസ്, ജനങ്ങൾ. ആ, അവരിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പല്ല് കാണിച്ച് ചിരിക്കും. ശരിക്കും. ഈ പല്ല് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാ? ഓ, അപ്പൊ ദന്ത ദന്ത ഡോക്ടർക്ക് ഈ കോമഡി മസാല എന്ന് പറഞ്ഞ ഈ ഫ്ലോറിൽ വരാനുള്ള ഉത്തരവാദിത്വം ഇല്ലേ? ആ, ഞാൻ അത്രേ ചോദിച്ചുള്ളൂ. ആ. ഉല്ലാസ് പന്തളം, ഹരിശ്രീ മാർട്ടിൻ, പല്ലിലൊക്കെ സുഖം തന്നെയല്ലേ? പല്ലിന് ദൈവം സഹായിച്ച ഒരു കുരുവില്ല, സന്തോഷം. കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. ആ, ഡോക്ടർ വീട്ടിൽ വന്ന് പല്ലെടുക്കുവോ? മുമ്പെടുക്കുമായിരുന്നു, ഇപ്പൊ അങ്ങനെ ഇങ്ങനെ എടുക്കാറില്ല. അതെന്ത് പറ്റി? അത് വേറൊന്നുമല്ല, ഹോസ്പിറ്റലില് ഒരുപാട് തിരക്കുള്ള സമയത്ത് സുഖമായിട്ട് കിടന്നുറങ്ങുക. തുറന്നു അല്ല, ഭയങ്കര തിരക്കോടെ ഞാൻ രോഗികളെ ശുശ്രൂഷിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കോൾ. എന്താണ്? അമ്മമ്മയ്ക്ക് സുഖമില്ല, പല്ലെടുത്തേ പറ്റുള്ളൂ, പെട്ടെന്ന് അർജന്റായിട്ട് ഡോക്ടർ വരണമെന്ന്. ഇത്ര തിരക്കുള്ളതായിട്ട് ഒരു അമ്മമ്മയുടെ കാര്യമല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ നേരെ അവിടെ ചെന്ന്, എവിടെ അമ്മമ്മ, എവിടെ പല്ലെവിടെ, പെട്ടെന്ന് പെട്ടെന്ന് ക്ലിയർ ചെയ്യൂ പറഞ്ഞു. കിണറ്റിലാണ്. അയ്യോ, അമ്മൂമ്മ കിണറ്റിൽ വീണോ? അമ്മുമ്മ കിണറ്റി വീണതല്ല, അമ്മുമ്മയുടെ സെറ്റ് പല്ല് കിണറ്റി വീണെന്ന് എന്റെ അടുത്ത് അതെടുത്ത് കൊടുക്കാനാ പറഞ്ഞു. ഓ, അത് ശരി. കിണറ്റിലിറങ്ങി പല്ലെടുക്കാൻ. ആ, ഞാൻ കിണറു പണിക്കാരനാണോ? രൂപം കണ്ട് ഏകദേശം ഓക്കെയാണ്. അതെ, ഒരു കാര്യം ചെയ്യ്, കൂടെ പോരെ, പണിക്ക് പോരെ. ഞാനെന്തിനാ? എന്നെക്കാട്ടി നല്ല ടോണുണ്ട് ഫേസിൽ. അല്ല, ഞാൻ ഈ ദന്ത ഡോക്ടറാന്ന് പറഞ്ഞു നടന്നില്ലല്ലോ. പറഞ്ഞു നടക്കില്ല, ആ കോട്ട് കണ്ടില്ലേ? കോട്ടിട്ട എല്ലാവരും ഡോക്ടറാവോ? ഡോക്ടർ ആവുന്നല്ല, ഞാൻ ആരുടെ സത്യമായിട്ട് എന്റെ ദൈവത്തിനാണ്, അമ്മയുടെ സത്യം, ഞാൻ ഡോക്ടറാണ്. ആ, അപ്പൊ നിങ്ങൾ ഡോക്ടറാണ്, ഉറപ്പാണ്? ആ, ഉറപ്പാണ്. അല്ല, ഇവര് ആർട്ടിസ്റ്റുകളാണ്, മനസ്സിലായില്ലേ? എനിക്കറിയാം ഉല്ലാസ് പന്തള, ഹരിശ്രീ മാർട്ടിൻ, ഇവരൊക്കെ അറിയാം. ഉല്ലാസേ, എന്നെ ഓർമ്മ ഉണ്ടാവില്ല, എനിക്ക് കാണാൻ പറ്റില്ല, തിരക്കായിരുന്നു. വേറൊന്നുമല്ല, ഞങ്ങളുടെ വീട്ടിനടുത്തൊരു പ്രോഗ്രാം ചെയ്തായിരുന്നു. ആ, എങ്ങനെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഉഗ്രം പരിപാടിയാണ്. പരിപാടി ഇഷ്ടപ്പെട്ടു. ആ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഡോക്ടർ ഒരു കാര്യം ചോദിച്ചോട്ടെ? തീർച്ചയായിട്ടും. ഞങ്ങൾ ഈ കലാകാരന്മാർ ഈ പല്ല് സംരക്ഷിക്കുന്നതിന് എന്താണ് ഒരു മാർഗം? എപ്പോഴും നല്ല ചിരിയൊക്കെ ആൾക്കാരെ കാണുന്നൊക്കെ പല്ല് എപ്പോഴും തീർച്ചയായിട്ടും. പിന്നെ ആർട്ടിസ്റ്റുകളുടെ നല്ല ചിരി അത് നല്ല ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ്. അത് പിന്നെ അത് ഇപ്പോ ഉല്ലാസിന്റെ പരിപാടി കണ്ട സ്ഥിതിക്ക് സ്റ്റേജ് പരിപാടികൾ മാക്സിമം ഒഴിവാക്കൂല. അതായിരിക്കും ആ പല്ല് സംരക്ഷണത്തിന് ഏറ്റവും ബെറ്റർ അതാണ്. ചാനലിലൊക്കെ ആവാൻ നേരത്ത് TV തല്ലി പൊളിക്കല്ലേ ഉള്ളൂ. മാക്സിമം സ്റ്റേജ് പരിപാടി ഒഴിവാക്കും. ആക്കിയതാണല്ലേ? ചെറുതായിട്ട്. ഡോക്ടറെ, എനിക്കൊരു സംശയമുണ്ട്. തീർച്ചയായിട്ടും ചോദിച്ചോളൂ. ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പല്ലുകളുള്ള ജീവി ഏതാണ് ഡോക്ടറെ? എന്റെ അമ്മോ, തലേ മുടിയില്ലെങ്കിലും ഭയങ്കര ബുദ്ധിപരമായ ചോദ്യമാണ് ചോദിച്ചത്. Brilliant. ആ. ബ്രില്യൻ. താങ്ക് യു, താങ്ക് യു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പല്ലുള്ള ജീവി രാവണൻ. 10 തലയുണ്ട്. 10 തലയിലും പല്ലില്ലേ? ടോട്ടൽ 320. 32 വെച്ച് കൂട്ടി നോക്കിയാൽ അറിയാം. ബ്രില്യന്റ് ആൻസർ. അതുപോലെ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്റെ കുടുംബം രക്ഷപ്പെട്ടു. ശരിയാ, ജീവിതകാലം മുഴുവനുള്ള പണി കിട്ടിയാണ്. പണി കിട്ടിയെന്നെ. അത് പറയുമ്പോഴേ ഡോക്ടർ, എന്റെ പല്ലിനൊരു കംപ്ലൈന്റ് ഉണ്ട്, ഒന്ന് നോക്കോ? പോടാ. പല്ലി പോടാ. അതല്ല, തന്നോട് പോവാൻ. ഇത്ര അടുത്തോട്ടൊന്നും വരണ്ട, വായി നോക്കി. പല്ലെടുക്കോ? പിന്നെ പല്ലെടുക്കും. ആണോ? ആ, വേദന എടുക്കോ? വേദന എടുക്കില്ല, വേദന സ്വന്തമായിട്ട് എടുക്കണം. ഞാൻ പല്ല് മാത്രമേ എടുക്കൂ. ഡോക്ടറെ, പല്ല് മാത്രമേ എടുക്കൂ. ഡോക്ടറെ, എന്തേ? ഡോക്ടറെ, ഒരു മനുഷ്യന് എത്ര പല്ലുണ്ട്? ഉണ്ട. ഒരു മനുഷ്യന് എത്ര പല്ലുണ്ടെന്ന് ഒരു ദന്ത ഡോക്ടറെ അടുത്ത് ചോദിക്കുന്നു. പിന്നെ ഗൈനക്കോളജിസ്റ്റോട് ചോദിക്കണം. അതിനെക്കുറിച്ച് എടോ, ഞാൻ ഒരു ദന്ത ഡോക്ടറാണ് തന്റെ അടുത്ത് പറഞ്ഞോ? ആ, ദന്ത ഡോക്ടർ ആദ്യം പഠിക്കേണ്ട കാര്യങ്ങൾ ഒരു മനുഷ്യന് എത്ര പല്ലുണ്ടെന്നൊക്കെ. അത് ഏത് ദന്ത ഡോക്ടർക്കും അറിയാം അല്ലേ? അല്ല, അത് എത്ര ഉണ്ടെന്നാണെന്ന് പുള്ളിക്കറിയില്ല, ഒന്ന് പറഞ്ഞു കൊടുക്കും. എനിക്ക് വന്ന സമയം തൊട്ട് എന്നെ അങ്ങോട്ട് സൂചിക്കലില്ല. എന്തോ ചൊരുക്ക് കയറണം. എന്താണ് ഡോക്ടർക്ക് ചൂടാവേണ്ട ആവശ്യം എന്താണ്? ഒരു സംശയം ചോദിച്ചല്ലേ? ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ 64 പല്ല് ഞാൻ അടിച്ച് തകർത്ത് കളയും. എത്ര പല്ല്? 64 പല്ല് ഞാൻ തകർത്ത്. പോകൻ ഡോക്ടറാ, ഒരു മനുഷ്യന് 32 പല്ലല്ലേ ഉള്ളൂ. ഞാൻ 32 പല്ല് അടിച്ച് തകർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ മറ്റൊരു ടൈപ്പിൽ ഒരു ചിരി എന്നെ ചിരിച്ച് കാണിക്കും. അതെനിക്ക് ഇഷ്ടപ്പെടൂല. അപ്പൊ താങ്കൾ അതിൽ കയറി ഇടപെടുമ്പോൾ താങ്കളെ അടിക്കും. അപ്പൊ താങ്കളുടെ 32 പല്ലും കൂടെ ചേർത്ത് 64. ഓ, അങ്ങനെ ടോട്ടലാണ് പറഞ്ഞത്. ഈ ഡോക്ടറിന്റെ പല്ല് പുറത്തു പോയി എടുക്കാറുണ്ടോ? ഏയ്, ഞാൻ പുറത്തു പോയി എടുക്കാറില്ല. പിന്നെ എങ്ങനെ എടുക്കും? എന്റെ ഭാര്യ എടുക്കും. ഭാര്യ ഡെന്റിസ്റ്റാ? ഭാര്യ ദന്തിസ്റ്റ് ഒന്നുമില്ല, പിന്നെ?
അവള് സാധാ വീട്ടു സ്ത്രീയാ. ആ പിന്നെ എങ്ങനെ എടുക്കാൻ പറ്റില്ല? ഞാൻ ഭാര്യ അടുത്ത് ചെന്നിട്ട് അവളുടെ കുടുംബത്തെ കുറിച്ച് ഞാൻ കുറ്റം പറയും. ആ അപ്പൊ എടുത്തു. നല്ല കയറി കിട്ടും. അപ്പൊ എന്തായാലും കൊല്ലൊക്കെ കൂളായിട്ടോ. ആണോ? ആ പിന്നെ എന്താ പ്രശ്നം എന്താ? 10 മിനിറ്റ് ആരോടെയൊക്കെ സംസാരിച്ചോണ്ടിരുന്ന അപ്പൊ പല്ലുവേന വരും. ആ അപ്പൊ ഡോക്ടറിന് ഇത് സ്ഥിരം പല്ലുവേന ഉണ്ടല്ലേ? ഇപ്പൊ എന്താ ചെയ്യാൻ പോണേ? വേറെ ഏതെങ്കിലും ഡോക്ടറെ കൊണ്ട് കാണിച്ച് പല്ലെടുക്കണം. എന്റെ ആവശ്യമുണ്ടോ? ഡോക്ടർ ഇത്ര വലിയ ഡെന്റിസ്റ്റ് ആയിട്ട് ഡോക്ടർ തന്നെ എടുത്താ പോരെ? ഞാൻ എന്തിനാ സ്വന്തമായിട്ട് എന്റെ പല്ലിട്ട് കുത്തണത്? എനിക്ക് ആഹാരം കഴിച്ച് ജീവിക്കണ്ടേ? കൊള്ളാലേ, ഞാനതിൽ നല്ല ഡോക്ടറെ കാണിച്ചത് എടുക്കും. അയ്യോ കോമഡി മസാലയുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ ചിരിയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം നെക്സ്റ്റ് എപ്പിസോഡിൽ. പക്ഷെ എന്റെ ഭാവനയിൽ ഒരു പൂച്ച പ്രസവിക്കാൻ പോവിടെ. ഓക്കെ നമുക്കൊന്ന് കാണാം. പിന്നെ വലിയൊരു അലമാര, ഫിഷ് മോള് റെഡി. ഈ അലമാരയും ഇതും അലമാര സ്റ്റൂൾ എന്തിനാ ഫിഷ് മോളി ഉണ്ടാക്കാൻ? സ്റ്റൂളിൽ കയറിയിട്ട് വേണ്ടേ ഫിഷ് മോളി വെക്കാൻ. ഫിഷ് മോളി വെക്കാൻ. ആ ആ അശ്വതി കോസ്റ്റ്യൂം കർട്ടസി, മാക്സ്, MG റോഡ്, തിരുവനന്തപുരം. അശ്വതി ഓർണമെന്റ്സ് കർട്ടസി, മീനു മാർട്ട്, കൊല്ലം. Gift sponsored by Parakat Jewels and Vismay Collections.